അങ്ങനെ അവർ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ വീണ്ടും എത്തുന്നു. അച്ഛൻ ട്രാൻസ്ഫറിന് അപേക്ഷിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. സെന്തിലിന് രതികയെ മറക്കാൻ ഒട്ടും കഴിയുമായിരുന്നില്ല. അവൻ പുകവലിയും മദ്യപാനവുമായി ആകെ തകർന്ന ജീവിതം നയിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം അവന്റെ തമിഴ് കൂട്ടുകാരൻ അവിടെ എത്തുകയും ഒരു ടേപ്പ് റെക്കോർഡ് റെക്കോർഡ് ചെയ്തത് അവനെ കേൾപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ ലതിക ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു: എന്നെ എന്റെ അച്ഛൻ ചതിച്ച് കല്യാണം കഴിച്ചതാണെന്നും ഞാൻ ഇതറിഞ്ഞിരുന്നെങ്കിൽ സെന്തിന്റെ കൂടെ ഓടിപ്പോന്നേനെ ആയിരുന്നു എന്നും ഇനി ഒന്നിനും എനിക്ക് പറ്റില്ലല്ലോ, എന്നെ ചതിക്കുകയായിരുന്നു എന്റെ അച്ഛൻ എന്ന് അവൾ അതിൽ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് സെന്തിൽ ആകെ വിഷമിച്ചിരിക്കുകയും ചെയ്യുന്നു. പിന്നീട് അവന്റെ ജീവിതശൈലി മാറുന്നത് കണ്ട് അച്ഛനും അമ്മയും വിഷമിക്കുന്നു. കുറച്ചു കാലങ്ങൾക്ക് ശേഷം അച്ഛനെയും അമ്മയെയും പ്രയാസപ്പെടുത്തണ്ട എന്ന് അവൻ ആലോചിക്കുകയാണ്. അങ്ങനെ അവൻ ചെന്നൈയിലെത്തുന്നു. ചെന്നൈയിൽ അവന് കുറച്ച് കൂട്ടുകാരെ കിട്ടുകയും അവരോട് കൂടി അവരുടെ റൂമിൽ താമസിക്കുകയും ചെയ്യുന്നു. അപ്പോഴും അവന് ജോലിയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ഒരു ദിവസം അവൻ കൂട്ടുകാരുമൊത്ത് ജോലി അന്വേഷിച്ച് പോയി വരുമ്പോൾ ഒരു പാട്ട് കേൾക്കുകയും അവിടെ ദിവ്യ എന്ന പെൺകുട്ടി പാടുന്നത് കാണുകയും ചെയ്യുന്നു. അങ്ങനെ ആ കച്ചേരി മുഴുവൻ കേൾക്കുന്നുണ്ട്. ജോലിയൊന്നുമില്ലാതെ കൂട്ടുകാരും അവനും ഒരുപാട് വിഷമിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം അവൻ ഒരു നോട്ടീസ് അടിക്കുന്നു. തങ്ങൾ നല്ല വിദ്യാഭ്യാസമുള്ളവരാണെന്നും ഞങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ജോലി നിങ്ങളുടെ കമ്പനികളിലോ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞ് ഒരു നോട്ടീസ് അടിക്കുകയും അതിൽ ബസ്സിൽ എല്ലായിടത്തും വിതരണം ചെയ്യുകയും ചെയ്യുന്നു. ആ നോട്ടീസ് ദിവ്യ എന്ന പെൺകുട്ടിയുടെ കയ്യിലും എത്തുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം അവർക്ക് ഒരു ഇന്റർവ്യൂ ലെറ്റർ ലഭിക്കുകയും അവിടെ ചെന്ന് നോക്കുമ്പോൾ ദിവ്യയുടെ കമ്പനിയിൽ അവൾ റെക്കമെൻഡ് ചെയ്ത് അഡ്വർടൈസിംഗ് കമ്പനിയിൽ അവർക്ക് ജോലി ലഭിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ദിവ്യയുമായി അവൻ വളരെ കൂട്ടാകുകയും നല്ല ഫ്രണ്ട്ഷിപ്പ് ആകുകയും ചെയ്യുന്നു. അവൾക്കും ഉണ്ടായിരുന്നു ഒരു ലവ് ഫെയിലിയർ. അവൾ വളരെ ഹാപ്പിയായി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ഒരു ദിവസം അവൾ അവനെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് അവളുടെ അമ്മ തളർന്നു കിടക്കുകയാണെന്നും അവൾക്ക് വേറെ ആരും ഇല്ല എന്നും. അങ്ങനെ അവിടെ നിന്നും വിഷമത്തോടെ അവൻ പോകുന്നുണ്ട്. പിന്നീട് പിറ്റേ ദിവസം അവളുടെ വീട്ടിൽ ചെന്ന് എല്ലാ ജോലിയും കഴിച്ചു വെക്കുകയും അമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ കൂടുതൽ അടുക്കുകയും ഇത്രയും സങ്കടത്തോടെ ഇരുന്നിരുന്ന ദിവ്യ എത്ര ഹാപ്പി ആയിട്ടാണ് നടക്കുന്നതെന്ന് അവൻ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ കേരളത്തിൽ നിന്നും പോന്നതിന് ശേഷം ലതികയെ ഓർക്കാത്ത ഒരു നിമിഷം പോലും ഉണ്ടായിട്ടില്ല എന്നും ഇപ്പോൾ കുറച്ചു നാളായിട്ട് എനിക്ക് അവളെ പറ്റി ഓർമ്മ വരുന്നില്ല എന്നും അത് ദിവ്യ എന്റെ കൂടെ ഉള്ളതുകൊണ്ടാണെന്നും അവൻ പറയുന്നുണ്ട്. കമ്പനി മാനേജർക്ക് അവനെ വളരെ ഇഷ്ടമാകുകയും കമ്പനിയിലെ പല ജോലികളും അവനെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൻ ഒരു വർക്ക് ആരംഭിക്കുകയും നല്ല തിരക്കിൽ ആത്മാർത്ഥതയോടുകൂടെ വർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോഴെല്ലാം ദിവ്യ ആരും കാണാതെ ചെന്നിരുന്ന് കരയുകയും സങ്കടപ്പെടുകയും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും തിരക്കിനിടയിൽ സെന്തിൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. മിക്ക ദിവസങ്ങളിലും അവളെ കൊണ്ടിലേക്ക് പോകുമ്പോൾ പകുതി വഴിയിൽ അവൾ ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് ഇപ്പോൾ വരണ്ട എന്നും അമ്മയെ കണ്ട് സംസാരിച്ചിരുന്നാൽ നേരം പോകും, നാളെ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് വരേണ്ടതാണ് എന്നും അവൾ പറഞ്ഞ് അവനെ വീട്ടിലേക്ക് കയറ്റാതെ ഒഴിവാക്കി വിടുന്നുണ്ട്. അങ്ങനെ വർക്കെല്ലാം കഴിഞ്ഞ് സമാധാനത്തോടെ അവർ രണ്ടാളും വീട്ടിലേക്ക് പോകുമ്പോൾ അവൻ പറയുന്നു അമ്മയെ കണ്ടിട്ട് ഒരുപാട് നാളായെന്നും അമ്മയുടെ അടുത്ത് ഇന്ന് ഒരുപാട് നേരം ഇരിക്കണമെന്നും അവൻ അവളോട് പറയുന്നു. ഇത് കേട്ട് ദിവ്യയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വണ്ടിയിലിരുന്ന് പൊട്ടിക്കരയുന്നു. അവൾ പറയുന്നു നിന്റെ ഷൂട്ടിങ്ങിന്റെ അന്ന് അമ്മ മരിച്ചുപോയി എന്നും അത് നിന്നെ ഞാൻ അറിയിക്കാത്തതാണ് എന്നും